അടുത്ത 2023 മോഡൽ സ്വിഫ്റ്റ് VX, അതായത് നമ്മുടെ ഈ ജനറേഷനിലെ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. 2012 മോഡൽ റിഡ്സ് ഡീസൽ. ഒരു ഡീസൽ വണ്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരെന്ന് കാണും. 2012 മോഡൽ റിഡ്സ് ഡീസൽ. അടുത്താണ്ട് ഒരു വാഗണർ. 2016 മോഡൽ വാഗണർ VX സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2006 മോഡൽ മാരുതി 800 MB-FI AC വണ്ടി. 2026 സെപ്റ്റംബർ വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും നിലവിലുണ്ട്. 2015 മോഡൽ പോളോ GTI വെറും 82,000 കിലോമീറ്റർ മാത്രം ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പരിഗണനയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊല്ലത്ത് വന്നിരിക്കുകയാണ്. കൊല്ലം ചന്ദനത്തോപ്പിൽ ഇൻഡസിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. നമ്മളെ ഡിക്സൺ പ്രോ വർക്ക് ചെയ്യുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഒട്ടനവധി നല്ല വണ്ടികൾ, ഇടത്തരം വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. അപ്പം വണ്ടികളുടെ വിശേഷങ്ങളിലോട്ട് പോകുന്ന മുമ്പേ ഒരു കാര്യം ഞാൻ മുൻകൂർ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, ഇപ്പം ഞാൻ എറണാകുളവും കോട്ടയൊക്കെ പോയി എടുത്തപ്പം വന്ന കമൻറ്റുകൾ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. വണ്ടികളുടെ വിലകൾ ഭയങ്കരമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. അടുത്ത വർഷമൊക്കെ അവിടെ പോയിട്ട് അപ്പോഴും ഈ വണ്ടികൾ അവിടെ തന്നെ കാണും തനുവേ, നമുക്ക് അപ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു കമൻറ്റായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോക്ക് വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റ്സ് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ GSTയുടെ കാര്യങ്ങൾ തന്നെ വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ GSTയുടെ ഇത് വെച്ച് തന്നെ ഞാനും പറയാം. ഇപ്പോൾ ഈ GST പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി 2023 വണ്ടി ഒരാൾ വിൽക്കാൻ പോകുമ്പോൾ ഷോപ്പുകാരിട്ട് എടുക്കുന്നൊരു വില കാണും. ആ വില വെച്ചിട്ടല്ലേ അവർ ലാഭവും കൂടി വെച്ചിട്ടായിരിക്കുമല്ലോ അവർ കച്ചവടത്തിന് ഇടുന്നത്. ഇപ്പോൾ GSTയിൽ വില കുറഞ്ഞു പോയത് കാരണം ഇങ്ങനെയുള്ള ഷോപ്പുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ വണ്ടി എടുത്ത വിലയ്ക്ക് തരാൻ തയ്യാറാണ്, പക്ഷേ വില അങ്ങനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന വില കേട്ടിട്ട് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ മാന്യമായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരാം എന്നുള്ള, കാരണം അവർക്ക് വണ്ടി കിടന്നു പോകരുതെന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷേ അവർക്ക് വീഡിയോയിൽ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വില കണ്ടോടനെ ചീത്ത വിളിക്കാൻ നിൽക്കാതെ അവർക്ക് എടുത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ എക്സ്പ്രസ്സോടെ വില വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5.5 ലക്ഷം രൂപയ്ക്കാണ്ടാണ് ഓൺ റോഡ് ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 5.5 ലക്ഷം രൂപയുടെ വണ്ടി നമ്മൾ നേരത്തെ ഒരാൾ വിൽക്കാൻ നേരത്ത് 4.5 ലക്ഷം രൂപയ്ക്ക് ഇവർ, അല്ലെങ്കിൽ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഇവർ എടുത്തുനിന്ന് പോയി, എന്നിട്ട് 4.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് പോയി. പക്ഷേ ഇപ്പം ആ വില പറയാൻ പറ്റത്തില്ല. അപ്പോൾ വരുമ്പം നേരിട്ട് വന്ന് സംസാരിക്കുമ്പം അവർക്ക് ഈ എടുത്ത വിലക്കെങ്കിലും തരാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത്. അവിടെ നിങ്ങൾ വില കേട്ടിട്ട് ചീത്ത വിളിക്കാൻ നിൽക്കാതെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് താഴും, എവിടം വരെ പോകുന്നൊക്കെ ഉള്ളതെന്ന് അന്വേഷിക്കുക. എന്നിട്ട് ചീത്ത വിളിക്കുക, അതിൽ കുഴപ്പമില്ല. അല്ലാതെ അവിടെ ഇവിടെ കേട്ടുകൊണ്ട് കിടന്ന് വേളം വെക്കരുത്. വീഡിയോ ഇടുമ്പോൾ ഞാനിരുന്ന് വായിച്ച് എനിക്ക് ചിരി വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കൊല്ലത്തുള്ള വീഡിയോസൊക്കെ തുടങ്ങാൻ പോവുകയാണ്. കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ വീഡിയോകളും കൂടെ നോക്കാം. ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഡിക്സൺ ബ്രോ, നമസ്കാരം. അപ്പോൾ നമ്മളെ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കച്ചവടങ്ങളൊക്കെ? കച്ചവടം ഉഷാറാണ്, കുഴപ്പമില്ല. ഉഷാറാണ്. ഈ വലിയ വണ്ടികളാണോ തോനെ ഇപ്പോൾ പോകുന്നത്, ചെറിയ വണ്ടികളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. രണ്ടും പോകുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് കൂടുതൽ കൊച്ചു വണ്ടികളാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പുതിയ വിലയ്ക്കൊക്കെ അനുസൃതമായ രീതിയിൽ നോക്കിയും കണ്ടുമാണോ വില പറയണത്? തീർച്ചയായിട്ടും ഉറപ്പിച്ച്. നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ലാഭം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഡിക്സൺ. ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വണ്ടികൾ പോകാം. ഫസ്റ്റ് നമുക്കൊരു ഓൾട്ടോ നോക്കാം. 2013 മോഡൽ ഓൾട്ടോ 800 LXI വേരിയൻറ്റ്. വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഈ കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി ഹിസ്റ്ററുള്ള വണ്ടിയാണ്. അത്യാവശ്യം ആക്സറീസ് ഉള്ള ചെറിയ ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സംശയം, ഈ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലേ കിലോമീറ്റർ നമ്മൾ ഈ തിരുമറി ചെയ്തിട്ട് കമ്പനി കൊണ്ടുവന്ന് സർവീസ് ചെയ്താൽ അതല്ലേ കമ്പനി വണ്ടിയുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വെച്ച് നമുക്കൊരു ഊഹം കാണുമല്ലോ. നമുക്കൊരിപ്പം ഇത്ര കിലോമീറ്റർ മുറിച്ച വണ്ടി ആണെങ്കിൽ തന്നെ വണ്ടിക്കകത്തൊരു ക്വാളിറ്റി കാണും. അതിൻ്റെ പല പാർട്സിനകത്ത് തേയ്മാനം കാണും. അത് നമുക്ക് പുറത്ത് എല്ലാം പറയാൻ പറ്റത്തില്ല. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് തേയ്മാനം വരുന്നത്. അത് ഈ കിലോമീറ്റർ മറിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാരണം വെച്ച് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടി ഓടിയിട്ടുള്ളതാണോ അത് ഓടി അല്ലെന്നാണോ അറിയാനുള്ള ഊഹം അത്യാവശ്യപ്പെട്ട യൂസ്ഡ് കാർ ഡീലർസെല്ലാം അത്യാവശ്യം കാണും. അവർക്കൊരു ഐഡിയനെ പറ്റി കാണും എന്തായാലും അതിനെപ്പറ്റി. അതൊക്കെ ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.85 കൊടുക്കാം. 1.85. 2013 മോഡൽ ഓൾട്ടോണർ LXI വെറും 41,000 കിലോമീറ്റർ 1,80,000 രൂപ കൊടുക്കാം. ഇത് കൂടുതലാണോ? കൂടുതലല്ല. 1.5 ലക്ഷം, ഒരു 1.70, 1.75 വരെ വണ്ടിക്ക് ലോൺ കൊടുക്കാം. ഒരു 10 രൂപ 15 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ വണ്ടി ലോൺ കൊടുക്കാം നമുക്ക്.
5 വർഷം ലോൺ. 5 വർഷം 2014 ഒരു 3 കൊല്ലം ലോൺ കൊടുക്കാം. 3 കൊല്ലം. ഓക്കെ. അടുത്ത ആണ്ട് ഒരു വാഗണർ 2016 മോഡൽ വാഗണർ VXi സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, വെറും 54,000 കിലോമീറ്റർ. 54 കറക്റ്റ് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 54,333 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. പിന്നെ ചെറിയ അത്യാവശ്യം സീറ്റോറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. 2016 മോഡൽ വാഗണർ VXi. വണ്ടി നല്ല വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,45 കൊടുക്കാം. നമുക്ക് ഇത് റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. ഒന്നുമില്ല. ബോഡിയൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. 2016 വാഗണർ VXi. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്ത് കുഴപ്പമില്ല. ചെറിയ മൈനോട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇല്ല, അത് നമ്മൾ കയറി കൊടുക്കാം. എത്ര രൂപ ഇറക്കാം? നമുക്കൊരു 10-30 നമുക്കൊരു 30,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വേണ്ടി ഇറക്കാം. നമുക്ക് 30,000 അടച്ചെന്ന് ഇറക്കാം. അടുത്ത 2023 മോഡൽ സ്വിഫ്റ്റ് VXi, അതായത് നമ്മുടെ ഈ ജനറേഷനിലെ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ, അതായത് 4 സിലിണ്ടർ വണ്ടി. 2023 വണ്ടി, വെറും 29,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി, സ്വിഫ്റ്റ് VXi വണ്ടി. പൈസയ്ക്ക് അത്ര അത്യാവശ്യം വന്നിട്ട് വിറ്റേണ്ട പാവം. കൊള്ളാം, വണ്ടി കൊള്ളാം. നൈസ് വണ്ടിയുണ്ട്. അല്ലെങ്കിൽ 29,000 കിലോമീറ്ററിലൊക്കെ കൊടുക്കൂലല്ലോ. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിൻ്റെ കൂടെ അതിനൊക്കെ വാറണ്ടി ഇടാം. ഏത് 1 ഇയർ എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിക്കാൻ തരുന്നുണ്ട്. ചോദ്യം എത്ര? ഇത് നമുക്കൊരു 690 കൊടുക്കാം. അതേ ഡിക്സ 2023 വണ്ടി. വണ്ടിക്കൊക്കെ വില പറയുന്നു. വണ്ടിക്ക് വില പറയുന്നുണ്ട്. നമ്മൾ ആസ്കിങ് റേറ്റ് ആണ്, ഫിക്സഡ് റേറ്റ് അല്ല. അതേപോലെ സെയിം അത് തന്നെ വേറെ 23 കിടപ്പുണ്ട്. സെയിം തന്നെ 2023. 29,000 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 21,000 കിലോമീറ്റർ. വെറും 21,000 കിലോമീറ്റർ. 2023 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ, റെഡ് കളർ അത്യാവശ്യം ഡിമാൻഡുള്ള കളർ റെഡ് കളർ. 2023 സ്വിഫ്റ്റ് VXi 2 പീസ് കിടപ്പുണ്ട്. ഇത് 21,000 കിലോമീറ്റർ, അത് 29,000 കിലോമീറ്റർ. രണ്ടിനും എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. രണ്ടിനും വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു 10-30 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാം. നമുക്ക് വണ്ടിയല്ല. ഇതിനും സീറ്റ് കവറില്ല. അതുകൂടി ഇടായിരുന്നു. വണ്ടി പക്ഷേ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ബാക്ക് ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് സെയിം 690 അങ്ങോട്ട്. രണ്ടും ഒരേപോലെ തന്നെ. രണ്ടും 2021 സ്വിഫ്റ്റ് അല്ലേ. ഒരു വണ്ടി 7,000 കിലോമീറ്റർ അധികം ഓടിയായിരുന്നു. ഏതാ ആ വണ്ടി? 7,000 കിലോമീറ്റർ വലിയ വലിയൊന്നുമില്ലല്ലേ. അത് 7,000 കിലോമീറ്ററിന് കുറവേട്ടെ. മാറി അടിച്ച് നമുക്ക് കൊടുക്കാം, ആ സെറ്റാക്കാം നമുക്ക്. ശരി. 2006 മോഡൽ മാരുതി 800 MB-FI AC വണ്ടി. 2026 സെപ്റ്റംബർ വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും നിലവിലുണ്ട്. അല്ലാതെ വേറെ മേജർ ആക്സിഡൻറ്റും കാര്യമുള്ള മൈനൂട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്കത്തുള്ളൂ. ഒന്നൂടെ പറയാം, 2006 മോഡൽ മാരുതി 800 MB-FI വണ്ടി, AC വണ്ടി. AC വർക്ക് ചെയ്യുമോ? AC വർക്കിംഗ് ആണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഡോർ പാഡൊക്കെ നോക്കിയാലും അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. തുരുമ്പൊന്നും കണ്ടില്ല, അതുകൊണ്ട് പൊക്കായത് ഫ്ലോർ മാറ്റ് അടിച്ചിട്ടൊക്കെ. ഓക്കെ, വണ്ടി ഓക്കെ നീറ്റാണ്, കുഴപ്പമില്ല. ഡോർ പാഡ് ഇതൊക്കെ നോക്കിയാലും ഇവിടെ പേസ്റ്റിങ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അത് മറ്റേ ഈ ഡോർ പാഡ് ഇളകി പോയിരിക്കാൻ വേണ്ടി എന്തായാലും ഉണ്ട്. ഞാൻ അതാ ഉദ്ദേശിച്ചോളൂ, ആൾക്കാർക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവണ്ടേ, അതുകൊണ്ട് പറഞ്ഞാൽ. ഈ ഭാഗത്തൊരു ചെറിയ ചണക്കുണ്ടോ? ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചണക്കുണ്ട്. അല്ലാത്ത വർഷം വണ്ടി വലിയ തരക്കേടില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 43 രൂപ കൊടുക്കാം. 43. 2006 മോഡൽ മാരുതി 800 MB-FI AC വണ്ടി നമുക്കൊരു 43,000 രൂപ കൊടുക്കാം. ഇതിൽ റീപ്ലേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അർത്ഥമില്ല. റീപ്ലേസ് ഒന്നുമില്ല, ചെറിയ മൈനൂട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ആണ്. 2019 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വണ്ടി. വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ടയർ ഫസ്റ്റ് ടയർ അല്ല? ഫസ്റ്റ് ടയറാണ്. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അത്യാവശ്യം സീറ്റോറും മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. നമുക്കതുകൂടെ നമുക്ക് വണ്ടിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. എത്ര വർഷം? 6 മാസം. 6 മാസം വാറണ്ടി ഉണ്ട്. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2019 മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 585 റേഞ്ചിന് കൊടുക്കാം. 585. ടയറൊക്കെ ആ ഒരു കണ്ടീഷൻ. ഫസ്റ്റ് ടയേഴ്സാണ്. ടയേഴ്സൊക്കെ മാറി കൊടുക്കുമോ? മാറി കൊടുക്കാം, സെറ്റാക്കാം. 4 ടയേഴ്സ് മാറി കൊടുക്കാം. അയ്യോ, എത്ര ചോദിക്കുന്നത്? 585. അതുകൊണ്ടാണോ? അതുകൊണ്ട് അതിനകത്ത് ടയർ മാറ്റി കൊടുക്കാം. അല്ലാതെ ടയർ റേറ്റ് കുറച്ച് കൊടുക്കാം, അതും കൊടുക്കാം നമുക്ക്. 2012 മോഡൽ റിഡ്സ് ഡീസൽ
ഒരു ഡീസൽ വണ്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും. 2012 മോഡൽ റിറ്റ്സ് ഡീസൽ 86,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. 86 റിറ്റ്സ് VDI ആണ് സെക്കൻഡ് ഓപ്ഷൻ വണ്ടി. 2012 മോഡൽ. വെറും 86,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. വണ്ടി വെറും സിംഗിൾ ഓണർഷിപ്പ് എന്നല്ല കേട്ടോ. 2012 റിറ്റ്സ് VDI സിംഗിൾ ഓണർഷിപ്പ് 86,000 കിലോമീറ്റർ. 4 ഡോർ പവർ വിൻഡ് ആണല്ലേ? 4 ഡോർ പവർ വിൻഡ് VDI. അതായത് നമ്മുടെ സ്വിഫ്റ്റ് VX മോഡൽ VDI വണ്ടി. മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തൊന്നുമില്ല. വണ്ടി കൊള്ളാം. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഡോർ അടയ്ക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കട്ടിയാണ്. വെയിറ്റ് ഉള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടി. അത്യാവശ്യം ഡീസലായിട്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് വണ്ടി കിട്ടും. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 290 റേഞ്ചിന് കൊടുക്കാം. നമുക്ക് 290 നമുക്ക് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ താത്ത് പറയാം. 2012 റിറ്റ്സ് VDI ആണ് വണ്ടി. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. 2021 മോഡൽ ബ്രസ LXI കൺവേർട്ട് ചെയ്ത് ZXI ആക്കിയിട്ടുണ്ട്. അതായത് ZXIയുടെ അലോയ്സും കാര്യങ്ങളും വണ്ടിക്ക് തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇന്ത്യയിൽ നമുക്ക് കാണാം. ടയർ അത്യാവശ്യം നല്ല ടയർ കിടക്കുന്ന ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. 2021 മോഡൽ ബ്രസ LXI. വണ്ടിക്കകമൊക്കെ കണ്ടീഷൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വെറും 18,000 കിലോമീറ്റർ ഇവിടെ 18,500 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് വരുന്നില്ല. അതുകൂടാതെ നമുക്ക് വണ്ടിക്ക് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് തരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,90,000 കൊടുക്കാം. 2021 ബ്രസ 690 നമുക്ക് കൊടുക്കാം. എത്ര രൂപ ഇറക്കാം? നമുക്കത് ഒരു 6.5 വരെ നമുക്ക് ലോൺ ഇട്ട് നമുക്ക് 6,50,000 വരെ ലോൺ. അതായത് 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഇറക്കാം. നമുക്ക് 30,000. അതെ. 5 വർഷം ലോൺ. 5 വർഷം ലോൺ. ചില സ്ഥാപനക്കാരൊക്കെ 7 വർഷമൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് 2024 മുകളിൽ വണ്ടി നമുക്ക് 6 വർഷം ലോൺ കിട്ടും. നമുക്ക് അത് 23-24 വണ്ടിക്ക് നമുക്ക് വേണ്ടുന്ന കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് 6 വർഷം 7 വർഷം ലോൺ കിട്ടും. നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി 2024 മോഡൽ സ്വിഫ്റ്റ് VXI ഓപ്ഷനിൽ AMT, അതായത് ഓട്ടോമാറ്റിക് വണ്ടി. 2025 ന്യൂ ഷേപ്പ് വണ്ടി. ലേറ്റസ്റ്റ് മോഡൽ 2024 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ഡ്യുവൽ ടോൺ. VXI അല്ല, VXI ഓപ്ഷനിൽ. കറക്റ്റ് കിലോമീറ്റർ ആണ് 17,555 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത്. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക 2024 സ്വിഫ്റ്റ് VXI ഓപ്ഷനിൽ. ഫസ്റ്റ് ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡ്യുവൽ ടോൺ ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് അല്ല, റെഡ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 7,35 കൊടുക്കാം. 7,35. 2024 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് VXI ഓപ്ഷണൽ വണ്ടി 7,35,000 കൊടുക്കാം. നമുക്കൊരു 7 ലക്ഷം രൂപ വണ്ടിക്ക് ലോണും കൊടുക്കാം. വണ്ടിക്ക് എന്തെങ്കിലും ഒരു അപാകതയുണ്ടോ? അപ്പോൾ ഞാൻ ടൈലാൻ പൂട്ടിയിരിപ്പുണ്ട്. എവിടെ? അപാകത ചോദിച്ചില്ലേ നീ? ഓക്കെ. ഇത്രയും വലുത് ഞാൻ കാണാതെ പോയോ? അതാണ് നിൻ്റെ കുഴപ്പം. വലുത് ടൈലാൻ പൂട്ടിയിരിപ്പുണ്ട്. ഇത് മാറാൻ ഓർഡർ എടുത്തിട്ട് സാധനം വരും, ഞാൻ ഫിറ്റ് ചെയ്തോളാം. ഓക്കെ. അല്ലെങ്കിൽ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അടുത്താണ് നമുക്കൊരു 7 സീറ്റർ വണ്ടി. ഓൾഡ് സി ഷേപ്പിന് അത്യാവശ്യം കസ്റ്റമർ ഉള്ള 2016 മോഡൽ VXI വെറും 54,000 കിലോമീറ്റർ. ജസ്റ്റ് ഇന്ത്യയിൽ നോക്കിയോ, ഹൈ ക്വാളിറ്റി പക്ക ക്വാളിറ്റി വണ്ടിയാണ്. എന്തോ ഓടിയിട്ടുണ്ട് ഇത്? ഇത് 53,484 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്നത്. നല്ല വൃത്തിയാണല്ലോ, പക്ക വണ്ടി. സീറ്റോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 2016 മോഡൽ ഞാൻ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം 4 ടയേഴ്സും കൂടെ നോക്കിയോ. വണ്ടിക്കകം ഞാൻ കാണിച്ച് തീർക്കട്ടാ, അതിനകം നോക്കട്ടെ. കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടോപ്പ് നോക്കിയാലും അത്യാവശ്യം എല്ലാം നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,30 നമുക്ക് കൊടുക്കാം. 6,35,000 രൂപ. 2016 മോഡൽ എർട്ടിഗ VXI. ഇത് ഇറങ്ങിയ സമയത്ത് എന്താ വില ഉണ്ടായിരുന്നു? ഇറങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ ശരി 9 ചില്ലറ 10 റേഞ്ചിനകത്ത് വില ഉണ്ടാവും. 9 ചില്ലറ റേഞ്ച് വില ഉണ്ടാകും വണ്ടിക്ക് ഇറങ്ങിയപ്പം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. ആളിനി വണ്ടി ഉണ്ട് റീപ്ലേസ് ഉള്ളോട്ട് തോന്നുക, അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് ടെയിലാമ്പ് തന്നെ റീപ്ലേസ് ആണല്ലോ. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ബോണറ്റ് അതല്ല, ഞാൻ ചുമ്മാ ടെയിലാമ്പിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നൊക്കെ നോക്കിയാൽ എല്ലാം റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് എന്ത് 2024 മോഡൽ സെലേരിയോ ZXI വെറും 6,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 6,000 കിലോമീറ്റർ മാത്രം, വെറും 6,000 കിലോ. 2024, അതായത് നമുക്ക് ഇറങ്ങിയിട്ടൊരു 6-8 മാസമായിട്ടുള്ള വണ്ടി. 6 അല്ല, സോറി, 1 കൊല്ലം.
2024 ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല, അതിനുമ്പ് നീ പറഞ്ഞു. അല്ല, നീ അത് കയറി പിടിക്കും. അല്ല, അതാ പറഞ്ഞ ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല ഈ എടുക്കുന്നതിൻ്റെ ഇതിൽ. 2024 സെലേറിയോ ഇസഡെക്സ് ടോപ്പിന് നേരെ താഴെയുള്ള വേരിയൻറ്റ് ഇസഡെക്സ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5.5 റേഞ്ച് കൊടുക്കാം. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? അവിടെ ഒന്നുമില്ല, റീപെയിൻറ്റ് പോലും വണ്ടിക്കകത്തില്ല. 2024 സെലേറിയോ ഇസഡെക്സ് 6000 കിലോമീറ്റർ സിംഗിൾ ഓണർ, എഞ്ചിനും ഗിയർ ബോക്സിനും എക്സ്റ്റൻഡ് വാറണ്ടി, നമ്മുടെ വാറണ്ടി, മാക്സിമം ഫണ്ടിങ് അവൈലബിൾ. ഈ വാറണ്ടി ഇപ്പോൾ എക്സ്റ്റൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ എത്ര നാളത്തേക്ക് കാണും എല്ലാം കൂടി? എനിക്ക് 2027 വാറണ്ടി എന്തായാലും വണ്ടിക്കകത്ത് കാണും. ഉണ്ട്, കാണും. 2015 മോഡൽ പോളോ GTI വെറും 82,000 കിലോമീറ്റർ മാത്രം ഓടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 15 മോഡൽ, വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 2015 മോഡൽ. ഇത് ഡുവൽ ടോൺ ആണോ? ഡുവൽ ടോൺ അല്ല, ഡുവൽ ടോൺ അടിച്ചതാണ്. അല്ല, സ്റ്റിക്കറാണോ? സ്റ്റിക്കറാണ്. ഓക്കെ, വണ്ടിക്ക് അകമൊക്കെ കാണാൻ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ആ രീതിയിലൊക്കെ വണ്ടി കൊള്ളാം. ബാക്ക് സൈഡ് സീറ്റ് കവറൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്, ടയർ ആവറേജ് ടയർ കിടപ്പുണ്ട്. ഓക്കെ, ആ രീതിയിൽ വണ്ടി കൊള്ളാം. ഇത് ഡീസലല്ലേ? പെട്രോൾ. മൈലേജ് എങ്ങനെ? മൈലേജ് എനിക്കൊന്നൊരു 15-16 റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത്രയും കിട്ടുമോ? അത്രേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു വലിയ 15-നകത്ത് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, എക്സ്പീരിയൻസ്. എന്താണ് ഇവിടെ ഒരു ദ്വാരം? ഏതാണ് അത്? മറ്റുള്ള ക്യാപ്പ് വന്നത് ക്ലിയർ കൊടുക്കാം നമുക്ക്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,40,000 കൊടുക്കാം നമുക്ക്. 4,40,000, 82,000 കിലോമീറ്റർ ഓടിയ പോളോ. നമ്മുടെ ആസ്കിംഗ് റേറ്റ് 4,40,000 നമ്മുടെ ആസ്കിംഗ് റേറ്റാണ്. 2015 മോഡൽ പോളോ GTI. അടുത്ത 2019 മോഡൽ ഒരു കിഡ് ഓട്ടോമാറ്റിക്, ഒരു കുഞ്ഞ ഫാമിലിക്ക് പറ്റിയ ഒരു കുഞ്ഞ വണ്ടി, അതും ഓട്ടോമാറ്റിക് വണ്ടി. 19 മോഡൽ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. ഈ ആൻഡ്രോയിഡൊക്കെ വരുന്നതാണ്? എല്ലാം ഇമ്പിൾട്ട് വരുന്നതിനകത്ത്. ഇമ്പിൾട്ട് വരുന്നത്. 2019 മോഡൽ കിഡ് ഓട്ടോമാറ്റിക് RX വേരിയൻറ്റ്. ഈ വണ്ടിക്കകമൊക്കെ ഉള്ള നല്ല നീറ്റാണ്, അതും കുഴപ്പമില്ല. സീറ്റ് കവർ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത്യാവശ്യം വരുന്നുണ്ട്. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാണ്? ഇത് നമുക്കൊരു 365 റേഞ്ചിന് കൊടുക്കാം. നമുക്ക് 365. 2019 കിഡ് ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 15 അല്ലേ കാണും? ഓട്ടോമാറ്റിക് ഒരു 15-16 നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. കൂടുതൽ നമ്മൾ പിടിച്ച് തള്ളിയൊന്നും വേണ്ട, അത്രേ കിട്ടത്തുള്ളൂ. നമ്മൾ വേറെ തള്ളി മറിച്ചൊരു കാര്യമൊന്നുമില്ല, അത് അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത്ര വണ്ടിയെ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെട്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച്, കാരണം കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ തൊട്ട് മുമ്പ് ഇട്ട വീഡിയോയിലും അത് വണ്ടി അകത്ത് കിടക്കുന്നതുകൊണ്ടായിരുന്നു. വണ്ടിക്ക് അകം കാണിക്കാൻ നേരത്ത് വെട്ടമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടേ ഇത് വണ്ടിക്കകം എന്തുവാ കുന്തം ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെട്ടക്കുറവിൻ്റെ ഒരു ഇത് വന്നതുകൊണ്ടാണ്. പുറത്ത് കാണിക്കാം, പക്ഷേ അകം കാണിക്കുമ്പോൾ വെട്ടം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നിർത്താം. 10-12 വണ്ടി ആയിട്ടുണ്ട്, വേറെയും ദിവസങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. തമ്പിലേയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വേണമെങ്കിൽ വീണ്ടും വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ ഈ കണ്ട വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ദയവ് ചെയ്ത് ഡിക്സനെ തന്നെ വന്ന് കാണുക, വേറെ ഒന്നും കൊണ്ടല്ല. കഷ്ടപ്പെടുന്നത് അവനാണ്, അപ്പോൾ അവന് തന്നെ കച്ചവടം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.